മലയാള സിനിമയിൽ ഒട്ടനവധി താരങ്ങളുണ്ടെങ്കിലും സൂപ്പർ സ്റ്റാറുകളുണ്ടെങ്കിലും മലയാളികൾക്ക് കണ്ടും സ്നേഹിച്ചും മതി വരാത്ത താരം മോഹൻലാലാണ്. മണിക്കൂറുകളോളം ക്യൂ നിന്ന് തങ്ങളുടെ ലാലേട്ടനൊപ്പം കഴിഞ്ഞ ദിവസവും ഫോട്ടോ പകർത്താൻ എത്തിയത് കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള മുത്തശ്ശിമാർ വരെ നീണ്ടു കിടക്കുകയാണ്. അത്രമേൽ സ്നേഹിക്കപ്പെടുന്ന നടനാണെങ്കിലും താരത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് വിദ്വേഷ കമന്റുകളും പോസ്റ്റുകൾക്കും കുറവൊന്നുമില്ല എന്ന് തന്നെയാണ് സത്യവും. നടന്റെ ഓരോ ചലനവും സൂക്ഷ്മമായി വീക്ഷിച്ച് അതിൽ പോരായ്മകൾ കണ്ടെത്തുന്നവരുടെ എണ്ണം സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി കൂടിയെന്നത് സത്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ആരാധകർക്കൊപ്പം ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന താരത്തിന്റെ വീഡിയോ പുറത്തു വന്നപ്പോഴും വിമർശനം ഉയരുകയാണ്. കുട്ടികളെ കൊഞ്ചിച്ചില്ല, ജാട കാണിച്ചു, സ്നേഹത്തോടെ പെരുമാറാമായിരുന്നു എന്നിങ്ങനെയായിരുന്നു അവയിൽ ചില കമന്റുകളും പുറത്തു വന്നത്. ഇപ്പോൾ ഇത് മോഹൻലാലിനെ കുറിച്ച് ഒരു പ്രേക്ഷകൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടി വരുന്നത്. മോഹൻലാലുമായി ഇരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അദ്ദേഹത്തെ ചൂഷണം ചെയ്യുന്ന ആളുകളെ പറ്റി സിനിമയിൽ വന്ന കാലം മുതൽ അദ്ദേഹത്തെ ചൂഷണം ചെയ്യുന്ന ചില മനുഷ്യരെ കുറിച്ചും കുറിപ്പിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. അതിങ്ങനെയായിരുന്നു: ഒരിക്കൽ ശോഭന ജോർജ് MLA ക്രൈം ഫയൽ മാഗസിൻ എഡിറ്റർ നന്ദകുമാർ എന്നെ അപകീർത്തിപ്പെടുത്തുന്നു, ഭീഷണിപ്പെടുത്തി തണം തട്ടുവാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി EK നായർ നൽകിയൊരു പരാതി ഉണ്ടായിരുന്നു. അതിലൊരു വാചകം ഇങ്ങനെയായിരുന്നു: നന്ദകുമാർ എന്നോട് ഫോണിൽ പറയുകയാണ്, നിങ്ങൾ ചിത്രങ്ങൾ വെച്ച് ഞാൻ എനിക്ക് തോന്നിയ പോലെ നിറം പഠിപ്പിച്ച് കഥകൾ എഴുതി പ്രിന്റ് ചെയ്തിറക്കും. നിങ്ങൾക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കുവാൻ പറ്റില്ല. അത് ഒഴിവാക്കാൻ 5 ലക്ഷം രൂപ തരണം. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെക്കാൾ ഒട്ടും താഴെയല്ല സുകുമാർ അഴീക്കോട്, മോഹൻലാൽ ഒന്നും. നിങ്ങൾ അനുഭവം കൊണ്ടേ പഠിക്കുമെന്ന് വാശി പിടിക്കരുത് എന്നായിരുന്നു ആ വാചകം. ആ പരാതിയിലെ മോഹൻലാൽ എന്ന പേര് കണ്ടപ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് കൗമാരപ്പാരനായ തന്റെ കയ്യിലേക്ക് കൈമാറിയ ഒരു ക്രൈം ഫയൽ വാരികയുടെ മുഖചിത്രവും ക്യാപ്ഷനും ഓർമ്മ വന്നത്. അതിലെ മുഖചിത്രം മലയാളം കണ്ട ഏറ്റവും ഐശ്വര്യമുള്ള ആ നായകന്റേതായിരുന്നു. ഹെഡിങ് മോഹൻലാലിന് എയ്ഡ്സ്, നടിമാർ പരിഭ്രാന്തികൾ എന്നായിരുന്നു അതിന്റെ ഹെഡിങ്ങും. ലാലിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടുവാനുള്ള ശ്രമം പൊളിഞ്ഞപ്പോൾ പക തീർക്കുവാനുള്ള നന്ദകുമാറിന്റെ ശ്രമം അത്രയ്ക്കും തരം താഴ്ന്നതായിരുന്നു എന്നാണ് അതിലൂടെ വ്യക്തമായി കാണിക്കുന്നത്. ഇതിനെക്കുറിച്ച് പിന്നീടൊരിക്കൽ വളരെ ആലങ്കാരികമായി നന്ദകുമാർ ഓർത്തെടുത്ത് പറയുന്നുണ്ട്. ലാലിന്റെ മുഖചിത്രവും ഇങ്ങനെ ഒരു ക്യാപ്ഷനും വെച്ച് വാരിക പ്രിന്റ് ചെയ്ത് ഇറക്കിയത് ഓർമ്മയുള്ളൂ. കോപ്പി വിട്ടു പോകുന്ന പോക്ക് കൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇപ്പറിനെ വരെ പ്രിന്റ് ചെയ്ത കോപ്പികൾ കൊണ്ടുപോയി ഇറക്കിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ലാഭം കിട്ടിയ ലക്കമായിരുന്നു അത് എന്നൊക്കെയാണ് അയാൾ ഓർത്തെടുത്ത് പറയുന്നത്. ഒരു മനുഷ്യന്റെ അഭിമാനം വിറ്റ് വേറൊരുത്തൻ കഞ്ഞി കുടിക്കുന്ന കാഴ്ച മികച്ച നടനുള്ള ദേശീയ അവാർഡ് പരിഗണന വേളയിൽ കാരണമില്ലാതെ തള്ളിക്കളയുന്നത് കൊണ്ടോ? വ്യക്തിജീവിതത്തിലെ ഓരോ നീക്കങ്ങളും വളരെയധികം നോക്കിയാണ് സോഷ്യൽ മീഡിയയിലൂടെയായാലും മോഹൻലാലായി ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ബീൻ മോഹൻലാൽ ഈസ് നോട്ട് ഈസി എന്നത്. മോഹൻലാലിന്റെ നില അന്ന് അതീവ ഗുരുതരമാണ് എന്ന തരത്തിലെല്ലാം തന്നെ ഒരുപാട് ലക്കങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി എല്ലാം തന്നെ ഇതുപോലെ കമന്റുകളിൽ ആളുകൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മോഹൻലാലിനെ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. സബ്സ്ക്രൈബിന്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി കിട്ടും.